ഇന്ത്യൻ ഇലക്ട്രിക് ബൈക്കുകളുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന, എത്രയും പെട്ടെന്ന് ചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് ബൈക്കിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മളുള്ളത്. അതാണ് ഓബൻ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ റോർ എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഓബൻ റോർ എന്ന് പറയുന്ന ഈ ഇലക്ട്രിക് വാഹനത്തിൻ്റെ വിശേഷങ്ങളും ഇതിൻ്റെ പ്രത്യേകതകളുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പം ഇപ്പോൾ നമ്മളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ ഷെറാട്ടൺ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ലോഞ്ച് ടേബിളിൽ തന്നെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ നമുക്ക് റൈഡില്ല, ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രീമിയർ എന്നൊക്കെ പറയാം. അതായത് നമ്മൾ ഈ ഒരു വാഹനത്തെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ വെച്ചിട്ട്. ഇതിനോടനുബന്ധിച്ച് ഇവിടെ ഒരു സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പം വാഹനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാവുന്നതാണ് അല്ലേ. അപ്പം സൈഡ് പ്രൊഫൈലിൽ ശരിക്കും ഈ ഒരു ഷേപ്പ് ശ്രദ്ധിച്ചു. ഇവിടെ ഇങ്ങനെ ഏതോ ഒരു കിളിയുടെ ഒരു ഡിസൈൻ ഒരു എവിടെയൊക്കെയോ ഒരു നമുക്ക് കിട്ടി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യെല്ലോ അതുപോലെ തന്നെ ബ്ലാക്ക് ചേർന്നിട്ടുള്ള ഒരു കളറാണ്. അതുപോലെ ബ്ലാക്ക്, അതായത് ഫുള്ളി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറുണ്ട്, പിന്നെ അതുപോലെ റെഡ് ആൻഡ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കളറും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൻ്റെ ചേസിസ്, അതായത് ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒരു അലുമിനിയം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ്, പ്രത്യേകതരം അലുമിനിയം മെറ്റീരിയൽ. ആ ഒരു അലുമിനിയം മെറ്റീരിയൽ ഉപയോഗിക്കുന്നതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് വളരെ കുറവായിരിക്കും എന്നുള്ളത്. അതായത് അത് കാറ്റടിച്ചിട്ട് ഹീറ്റെല്ലാം കുറച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്നുള്ളതാണ്. അപ്പം റൈഡ് ചെയ്ത സമയത്ത് ചൂടായതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ ഒരു ഭാഗത്താണ് ബാറ്ററിനെ ക്രമീകരിച്ചിട്ടുള്ളത്. ബാറ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ വാഹനം ശരിക്കും 90% മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊജക്റ്റ് എന്ന് പറയാം. അപ്പോൾ 95 എന്ന് പറയാം. കാരണം ഇതിൽ 5% വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ബാറ്ററിയിലെ സെല്ലുകളെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 200 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ 230 മില്ലിമീറ്റർ ഈ വാഹനത്തിന് വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറയാം. അതായത് വെള്ളത്തിലൂടെ പോകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് പെഡൽസും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഡിസൈൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഓബൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജർമ്മൻ വാക്കാണ്, അതിന് സ്ട്രോങ് എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് റോർ എന്ന് പറഞ്ഞൊരു ഇതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓബൻ്റെ ലോഗോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗിൾ വിങ്ങിൽ നിന്ന് ഇൻസ്പയർ ആയതാണെന്നാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ഈ ഒരു ലോഞ്ചിൻ്റെ സമയത്ത് പറഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ ബാറ്ററിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.4 to 4.5 കിലോ വാട്ടാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി പെർഫോമൻസ് ഉള്ള ഒരു ബാറ്ററി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രണ്ടാണ്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു DRLനെ ക്രമീകരിച്ചിട്ടുള്ള ഹെഡ്ലാമ്പ് യൂണിറ്റാണ്. ഡിമ്മും ബ്രൈറ്റും ഫെസിലിറ്റി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ്, ഇത് നമ്മൾ നേരത്തെ എവിടെയോ കണ്ട ഒരു ഇൻഡിക്കേറ്ററിനോട് നമുക്കൊരു സാമ്യതയുണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ ആ ഒരു എല്ലാ കളർ ഇവിടെ എല്ലാം കൊടുത്ത് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കാണാം. രണ്ടും ഡിസ്ക് ആട്ടോ, അതായത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഡിസ്ക്കാണ്. അത് അത്യാവശ്യം നല്ല ഗ്രിപ്പോട് കൂടി വന്നിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെ കാണാം. ആ അലോയും നല്ല രസമുണ്ട് കാണാൻ എന്ന് പറയാം. അടിപൊളിയല്ലേ. ഇനി നമുക്ക് എന്ത് വേണം എന്ന് ചോദിക്കുന്ന പോലെ ഇപ്പം ഏറ്റവും പെട്ടെന്ന് ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ഈ വാഹനം 100% ചാർജ് ആകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 100% ചാർജ് ആയി കഴിഞ്ഞാൽ ഒരാളിരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 200 കിലോമീറ്ററാണ്. അപ്പം ട്രൂ മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരാൾ ഇതിനകത്ത് ഇരുന്ന് നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 150 കിലോമീറ്റർ വരെ ഇതുപയോഗിച്ച് സഞ്ചരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് എക്കോ മോഡിൽ. അപ്പോൾ എക്കോ മോഡ് എന്ന് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായിരിക്കും, വേറെയും മോഡുണ്ടോ? ഉണ്ട്. എക്കോ മോഡുണ്ട്, സിറ്റി മോഡുണ്ട്, അതുപോലെ തന്നെ ഒരു ഹാവ് മോഡുണ്ട്. ഹാവ് മോഡ് എന്ന് പറയുമ്പോൾ ഹാവ് എന്ന് പറയില്ല നമ്മൾ, ആ സാധനം. അതായത് ഏറ്റവും പെർഫോമൻസ് മോഡ്, അതായത് നമ്മൾ സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത് ആ മോഡിനകത്ത് സഞ്ചരിക്കും. അതായത് സ്പോർട്ട് മോഡിനകത്ത് സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ 100 കിലോമീറ്റർ യാത്ര ചെയ്യാവുന്നതാണ്. സിറ്റി മോഡിലേക്ക് വരുമ്പോൾ 120, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എക്കോയിലേക്ക് വരുമ്പോൾ 150. ഒരാൾ ഇരുന്നുകൊണ്ടാട്ടോ. അപ്പോൾ ആളിരിക്കാതെ ഓടിക്കാൻ പറ്റുമോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. അതിനുത്തരം ഇപ്പോൾ നമ്മൾ പറയുന്നതല്ല, റൈഡ് ചെയ്യുന്ന സമയത്ത് പറയാവുന്നതാണ്. അതുപോലെ ഈ വാഹനത്തിൻ്റെ മറ്റൊരു കാര്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേഗതയെക്കുറിച്ചാണ്. 100 km/h വേഗതയിൽ നമുക്ക് ഇത് ഉപയോഗിച്ച് സഞ്ചരിക്കാം എന്ന് തന്നെ പറയാം. അപ്പോൾ അതൊരു മോശമല്ലാത്ത റേഞ്ചാണല്ലേ. അതുപോലെ തന്നെ 0 to 40 km/h വേഗതയിലെത്താൻ ഈ വാഹനം എടുക്കുന്ന സമയം വെറും 3 സെക്കൻഡാണ്. അതും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ വലിയൊരു പ്രത്യേകത എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്തൊരു ഓൺ ബോർഡ് ചാർജർ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു വെറൈറ്റി സാധനമല്ലേ. അതായത് നമുക്ക് എവിടെ വെച്ചും എപ്പോഴും ചാർജ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ കയ്യിലൊരു കേബിൾ കൂടി ഉണ്ടായത്. കേബിൾ വെക്കാനുള്ള സൗകര്യം ഈ സീറ്റിൻ്റെ അടിയിലുണ്ട് എന്നുള്ളതാണ്. അതൊരു നൈസായിട്ടുള്ള സാധനമായിട്ട് തോന്നി. അതുപോലെ തന്നെ അപ്പോൾ ഒരു ചോദ്യം വീണ്ടും വരും, എവിടെയാണ് ചാർജിങ് പോർട്ടിനെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന്. അത് നമ്മൾ സാധാരണ ഫ്യൂവൽ അടിക്കുന്ന ഭാഗത്ത് തന്നെയാണ്. ഇവിടെ ഉണ്ടോ, കീട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി കാണാം. ചാർജിങ് സമയവും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാർജർ നമുക്ക് ഈ സീറ്റിൻ്റെ അടിയിലൊക്കെ, സീറ്റും കുഴപ്പമൊന്നുമില്ല. കുറച്ച് ഈ വാഹനത്തിൻ്റെ മൊത്തം ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ ഒരു ഫീൽ നമുക്ക് എവിടെയൊക്കെയോ ഉണ്ട്. ശരിക്കും അഡ്വഞ്ചർ പറ്റുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും അതിൻ്റെ ഒരു വിശേഷം കൂടുതൽ നമുക്ക് റൈഡ് ചെയ്യുന്ന സമയത്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുകയാണ്. കൊള്ളാം. അതുപോലെ തന്നെ ടൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ടൈൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കീട്ടിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് എനിക്കത് ലൈറ്റിങ് വരുന്നുണ്ടോ?
ടെയിൽ ലാമ്പ് യൂണിറ്റ്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ വീല് കാണാം. ഇവിടെ നമുക്ക് ഷോക്ക് അബ്സോർബർ കാണാം, ഒരു റെഡ് കളറായിട്ട് കൊടുത്തല്ലേ, കൊള്ളാം. സിംഗിൾ ചാനലാണ്. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെയും അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബെൽറ്റിൻ്റെയും കാണാം. അതായത് മോട്ടോർ എന്നുള്ള കൺട്രോളിനും കാര്യങ്ങളും ഒക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മൊത്തത്തിൽ ഒരു ഇലക്ട്രിക് ബൈക്കാണെന്നുള്ള ഫീൽ ഒഴിവാക്കാൻ എവിടെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയാം. ഇനി ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്, ഒരു ഡിസ്പ്ലേ യൂണിറ്റ് എന്നൊക്കെ പറയാം. അതിനകത്ത് നമുക്ക് സ്പീഡോ മീറ്ററിനെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓബൻ എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. ഇപ്പോൾ വാഹനം സ്റ്റാൻഡിലാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബീമിൻ്റെ കൺട്രോൾ, അതുപോലെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് ഓഫ് ആണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എം ടി ആണോ ഫുള്ളാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓഡോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണാം. ഇനി എത്ര കിലോമീറ്റർ സഞ്ചരിക്കാം എന്നുള്ളതും അവിടെ കൊടുത്തിട്ടുണ്ട്. 161 കിലോമീറ്റർ നമുക്ക് ഇനി സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയൊരു കാര്യം കാണിക്കാം. ഇപ്പോൾ വാഹനം ഓണാണ്, ഞാൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടോ ഹാവോക്ക് എന്ന് പറയുന്ന ഒരു മോഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ്, അതായത് സ്പോർട്ട് മോഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കി കഴിഞ്ഞാൽ സിറ്റി മോഡ്, അതുപോലെ തന്നെ എക്കോ മോഡ്, അങ്ങനെ 3 ഡ്രൈവ് മോഡുകൾ ഈ വാഹനത്തിനകത്ത് നമുക്ക് ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീ ഇടാനുള്ള സെറ്റപ്പ് കാണാം. കീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കീ ആണെന്ന് പറയാം അല്ലേ, നോക്കിയാൽ സെയിം. പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് 2 കാര്യങ്ങൾ ഈ വാഹനത്തിനകത്തുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വാഹനം ഐഡിയൽ സെറ്റ്, ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഓൺ ആണോ എന്ന് ഡ്രൈവർ ഒരു നിമിഷത്തേക്ക് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു കാര്യത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവർ അലേർട്ട് സിസ്റ്റം ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഹനം ഓൺ ആണ് എന്ന് നമുക്കത് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു നൈസായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമതൊരു സിസ്റ്റം കമ്പനി കൊടുത്തതെന്ന് വെച്ചാൽ ഡ്രൈവർ നമ്മുടെ തെഫ്റ്റ് അലാറമാണ്. അതായത് വാഹനം ഇളകുക അല്ലെങ്കിൽ മൂവ് ആവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് വാണിയും കിട്ടും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ഫീച്ചറുകളുള്ള ഒരു കണക്ടിവിറ്റി ഫീച്ചറും ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി അടുത്തൊരു ചോദ്യം ഉണ്ടായിരിക്കും, ഏറ്റവും വില കുറഞ്ഞ വാഹനം എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിൻ്റെ റേഞ്ച് എന്നുള്ളത്, അതായത് എത്രയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്നുള്ളത്. 99,999 രൂപയാണ് ഈ വാഹനത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. അതായത് 1 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ 1 രൂപ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അതായത് 1 ലക്ഷത്തിൽ താഴെയാണ് ഈ വാഹനത്തിന് വില വരുന്നത്. അതൊരു നല്ല പ്രൈസ് റേഞ്ചാണ് തുടക്കത്തിൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 7 സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ 9 സിറ്റികളിലുമാണ് ഓബൻ ബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫ്യൂച്ചറിൽ നമ്മൾ കേരളത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചോദിച്ച സമയത്ത് ഫ്യൂച്ചറിൽ തന്നെ എത്തും എന്നുള്ളൊരു മറുപടിയുമാണ് അവർ തന്നിട്ടുള്ളത് എന്നതാണ്. അപ്പോൾ എന്തായാലും ഭാവിയിൽ വളരെ വിദൂരമല്ലാത്തൊരു സമയത്ത് കേരളത്തിൻ്റെ റൂട്ടുകളിലും ഓബൻ ബൈക്കുകൾ ഉണ്ടാവട്ടെ, ഇന്ത്യൻ റൂട്ടുകളിലും സജീവമായിട്ട് തന്നെ ഈ ഒരു ഓബൻ ബൈക്കുകൾ ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അഡ്വഞ്ചർ ഡിസൈൻ മികവിൽ വന്നിട്ടുള്ള ഭയങ്കര പ്രൈസ് കുറഞ്ഞ എന്നാൽ അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്ന നല്ല പെർഫോമൻസിൽ ഓടിക്കാനും കഴിയുന്ന ഒരു ബൈക്ക് എന്ന് നമുക്ക് ഓബൻ ബൈക്കിനെ വിശേഷിപ്പിക്കാം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ റൈഡ് ചെയ്തിട്ടില്ല. അവിടെ തന്നെ നമ്മൾ സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയണമെങ്കിൽ മോശമല്ലാത്തൊരു ക്ലിയറൻസ് ഒക്കെ നമുക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും വലിയ കൺഫ്യൂഷനൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഇത് ഓടിച്ച് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയേണ്ടത്. ആ സമയത്ത് നമുക്ക് സീറ്റിനെ കുറിച്ചും നമ്മളിരിക്കുമ്പോൾ കിട്ടുന്ന പൊസിഷനെ കുറിച്ചും നമ്മളുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരുപാട് മീഡിയകൾ കാത്തു നിൽക്കുന്നതിൻ്റെ ഇടയിൽ വളരെ പെട്ടെന്ന് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.